എന്റെ ജില്ല കേരളത്തിലെ ഓരോ ജില്ലയിലെയും വിശദ വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ആപ്ലിക്കേഷൻ. വിനോദ കേന്ദ്രങ്ങൾ, വില്ലേജ് ഓഫീസുകൾ, ഒരു ജില്ലയിൽ തീർച്ചയായും പങ്കെടുക്കേണ്ട കാര്യങ്ങൾ, അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങി പരാതികളും നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർക്ക് നേരിട്ട് സമർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കിയിരിക്കുന്നു. പരിവാഹൻ, ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങൾ, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, ഉടമയുടെ പേര് തുടങ്ങി ഒട്ടേറെ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിലൂടെ അറിയുവാൻ സാധിക്കുന്നു. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കവച് ഒതന്റിക്കേഷൻ, വിവിധ ഗവൺമെന്റ് ആപ്പുകൾക്കും ഡിജിറ്റൽ സേവനങ്ങൾക്കും അധിക സുരക്ഷ നൽകുന്നതിനായി നിർമ്മിക്കപ്പെട്ട ഒതന്റിഫിക്കേഷൻ ആപ്ലിക്കേഷനാണിത്. നിലവിൽ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ, ഇമെയിലുകൾ എന്നിവയ്ക്ക് മാത്രമായാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. PM കുസും, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഈ ആപ്ലിക്കേഷൻ പ്രധാനമായും കർഷകരെയാണ് ഉന്നം വയ്ക്കുന്നത്. ജലവിതരണം നടത്തുന്ന പമ്പിന്റെ പ്രവർത്തനങ്ങൾ മൊബൈലിലൂടെ നിരീക്ഷിക്കുവാനും പരാതികൾ നൽകുവാനും സൗകര്യമൊരുക്കിയിരിക്കുന്നു. റവന്യൂ സർവീസ് കേരള റവന്യൂ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഭൂനികുതി, പോക്കുവരവ് തുടങ്ങിയ വിവരങ്ങളും മറ്റു സേവനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ, പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കായാണ് ഈ ആപ്ലിക്കേഷൻ. കേസ് നടപടികൾ, നിയമോപദേശങ്ങൾ, FIR വിവരങ്ങൾ തുടങ്ങി ഒട്ടേറെ അറിവുകൾ ലഭ്യമാക്കിയിരിക്കുന്നു. CAA, അതിർത്തി രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ അനുവദിക്കപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്നതിനായാണ് ഈ ആപ്ലിക്കേഷൻ. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളെയാണ് പരിഗണിക്കുന്നത്. പ്രതിബിംബ്, നമ്മുടെ സ്വന്തം ഡോക്യുമെന്റ് സ്കാനർ ആപ്ലിക്കേഷനാണിത്. പരസ്യങ്ങളില്ല എന്ന് മാത്രമല്ല, PDF, JPEG തുടങ്ങിയ ഫയലുകളായി കൺവേർട്ട് ചെയ്യുവാനുള്ള ഫീച്ചറുകൾ, ഓട്ടോമാറ്റിക് ക്രോപ്പിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു. ക്രോപ്പ് ഡോക്ടർ, രാജ്യത്തെ കർഷകർക്ക് വിവിധ വിളകളെക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്നു നൽകുക എന്നതാണ് ഈ ആപ്ലിക്കേഷന്റെ ലക്ഷ്യം. വിളപരിപാലനം, രോഗങ്ങൾ, സസ്യങ്ങളിലെ പോഷകക്കുറവ് തുടങ്ങിയ വിവരങ്ങളും മറ്റു കാർഷിക സേവനങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിഥി കേരളത്തിലേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികൾക്കും അതുമായി ബന്ധപ്പെട്ട് തൊഴിലവസരം നൽകുന്നവർക്കുമായാണ് ഈ ആപ്ലിക്കേഷൻ. വ്യക്തിവിവരങ്ങൾ, അനുഭവ സമ്പത്ത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുവാനും തൊഴിൽ വകുപ്പ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന സേവനങ്ങൾ ലഭ്യമാക്കുവാനും സാധിക്കുന്നു. ശ്രം, അസംഘടിത തൊഴിലാളികളുടെ ഏകോപനത്തിനായാണ് ഈ ആപ്ലിക്കേഷൻ. രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഗവൺമെന്റ് പദ്ധതികൾ, സാമൂഹിക സേവനങ്ങൾ, മറ്റു വിവരങ്ങൾ തുടങ്ങിയവ അറിയുവാനും ഗുണഭോക്താവാകുവാനും സാധിക്കുന്നു. രാഷ്ട്രപതി ഭവന്റെ ഔദ്യോഗിക ആപ്ലിക്കേഷനാണിത്. രാഷ്ട്രപതി നിലയം, രാഷ്ട്രപതി നിവാസ് തുടങ്ങിയവ സന്ദർശനത്തിനായി ബുക്ക് ചെയ്യുവാനും മറ്റു ജനസമ്പർക്ക സേവനങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കിയിരിക്കുന്നു. ആവാസ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് താമസ സൗകര്യം കണ്ടെത്തുന്നതിനായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. PWD റെസ്റ്റ് ഹൗസ്, പൊതുവിശ്രമ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിലവിൽ ഉപയോഗത്തിൽ വരാത്ത താമസ സ്ഥലങ്ങൾ കണ്ടെത്തുവാനാകുന്നു. ജൻധൻ ദർശക്, ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന വിവിധ ബാങ്കിംഗ് സേവന കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളെ ബന്ധപ്പെടുത്തുക എന്നതാണ് ഈ ആപ്ലിക്കേഷന്റെ ലക്ഷ്യം. പോസ്റ്റ് ഓഫീസ്, ബാങ്ക് മിത്ര, ATM തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്റെ റേഷൻ കാർഡ്, കേരള സിവിൽ സപ്ലൈസ് വിഭാഗത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ആപ്ലിക്കേഷനിൽ റേഷൻ കാർഡ് വിശദാംശങ്ങൾ, ഓരോ അംഗങ്ങളുടെയും വിവരങ്ങൾ, പൊതു അറിവുകൾ തുടങ്ങി ഒട്ടേറെ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാനവ് സമ്പദ, പേഴ്സണൽ MIS അഥവാ മാനവ് സമ്പദ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്കായാണ് ഈ ആപ്ലിക്കേഷൻ. സർവീസ് ബുക്ക്, സാലറി വിവരങ്ങൾ, അവധികൾ തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ ലഭ്യമാണ്. മേരി ലൈഫ്, പ്രകൃതിയോടിണങ്ങുന്ന സുസ്ഥിരമായ ഒരു ജീവിതശൈലിക്കായി നമ്മെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. പ്രകൃതി വിഭവങ്ങളെയും മറ്റും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുക, ഭൂമിയുടെ സംരക്ഷണത്തിനായി വിവിധ പ്രവൃത്തികൾ നടപ്പാക്കുക തുടങ്ങിയ ആശയങ്ങൾ ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് വയ്ക്കുന്നു. PWD സേവ, കേന്ദ്ര സർക്കാർ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം. കെട്ടിടം, വൈദ്യുതി ബന്ധപ്പെട്ട പരാതികൾ, മറ്റു പ്രതികരണങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ രേഖപ്പെടുത്തുവാനുള്ള സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. പരിചയ് ഒതന്റിക്കേറ്റർ, ഡിജിറ്റൽ അക്കൗണ്ടുകൾക്ക് സുരക്ഷ കൂട്ടുവാനായി ഉപയോഗപ്പെടുത്താവുന്ന 2-സ്റ്റെപ്പ് ഒതന്റിക്കേറ്റർ ആപ്ലിക്കേഷനാണിത്. അനുയോജ്യമായ ഡിജിറ്റൽ സേവനങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ ബന്ധിപ്പിക്കാവുന്നതാണ്. കേരള പെൻഷൻ, കേരള ട്രഷറി മുഖേന പെൻഷൻ ലഭിക്കുന്നവർക്കാണ് ഈ ആപ്ലിക്കേഷൻ. വ്യക്തിഗത വിവരങ്ങൾ, ട്രഷറി വിലാസങ്ങൾ, പാസ്ബുക്ക് വിശദാംശങ്ങൾ, പെൻഷൻ വിതരണം ലഭ്യത തുടങ്ങിയ ഒട്ടേറെ അറിവുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാക്ഷ്യ, ഭാരതീയ ന്യായ സംഹിതയുടെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ അടിസ്ഥാനമാക്കി തെളിവുകൾ ശേഖരിക്കുവാനായാണ് ഈ ആപ്ലിക്കേഷൻ ലഭ്യമാക്കിയിട്ടുള്ളത്. വീഡിയോ, ചിത്രങ്ങൾ എന്നിവ പകർത്തുവാനും സൗകര്യം നൽകിയിരിക്കുന്നു. ആധാർ BAS, അറ്റൻഡൻസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അറ്റൻഡൻസ് അടയാളപ്പെടുത്തുവാനാണ് ഈ ആപ്ലിക്കേഷൻ. ഫേസ് ID എന്ന സാങ്കേതികവിദ്യയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഉല്ലാസ്, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിൽ 15 വയസ്സിന് മുകളിലുള്ള നിരക്ഷരരെ കണ്ടെത്തി പരിശീലനം നൽകുവാൻ ആവശ്യമായ വിവിധ സേവനങ്ങൾ ഈ ആപ്പിലൂടെ ലഭ്യമാകുന്നു. നമ്മുടെ ഒരു കൈ സഹായം എന്ന രീതിയിൽ അധ്യാപകരായി സ്വയം രജിസ്റ്റർ ചെയ്യുവാനും സൗകര്യം നൽകിയിട്ടുണ്ട്.
ഇ കോർട്ട് സർവീസസ്, കീഴ്ക്കോടതികൾ, ഹൈക്കോടതി തുടങ്ങിയവയെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കേസുകളുടെ വിശദാംശങ്ങളും നിലവിലെ പുരോഗതിയും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാക്കുന്നു. കേസ് നമ്പർ, FIR നമ്പർ, വക്കീലിന്റെ പേര് തുടങ്ങിയ വിവരങ്ങൾ ഒരു കേസിനെ പറ്റി തിരയുവാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഭാഗ്യ കേരളം ലോട്ടറി ഉപഭോക്താക്കൾക്ക് വിവിധ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനായാണ് ഈ ആപ്ലിക്കേഷൻ. എടുത്തിരിക്കുന്ന ലോട്ടറിയുടെ വിശ്വാസ്യത, സമ്മാന ലഭ്യത തുടങ്ങിയവയും അറിയുവാൻ സാധിക്കുന്നു. ജീവൻ പ്രമാൺ പെൻഷൻ ലഭിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാം. ആധാർ ഫേസ് ID എന്ന സഹായ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫേസ് റെക്കഗ്നിഷൻ ഫീച്ചറിലൂടെ അപേക്ഷ സമർപ്പിക്കുവാനാകുന്നു. പെൻഷൻ ഓഫീസിലേക്ക് നേരിട്ട് കൈമാറുന്നതിനാൽ പ്രിന്റ് എടുത്ത് നൽകേണ്ടി വരുന്നില്ല. ഭാരത് VC ഗൂഗിൾ മീറ്റിന് സമാനമായ വീഡിയോ ചാറ്റിംഗ് ആപ്ലിക്കേഷനാണിത്. വീഡിയോ കോളുകൾ, മീറ്റിംഗുകൾ തുടങ്ങിയവ ചുരുങ്ങിയ ഇന്റർനെറ്റ് ഉപയോഗത്തിലൂടെ നടപ്പാക്കുവാൻ സാധിക്കുന്നു എന്നത് പ്രത്യേകതയാണ്. NSP OTR വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുവാനായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം. ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷന്റെ സഹായം ഇവിടെ ആവശ്യമാണ്. PM പോഷൻ യോജന സ്കൂളുകളിലെ ഉച്ചഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരുമിപ്പിക്കുന്ന ആപ്ലിക്കേഷനാണിത്. പ്രധാനമായും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കായാണ് ആപ്ലിക്കേഷൻ ഒരുക്കിയിരിക്കുന്നത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ദേശീയ ഹരിത ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷനാണിത്. ഇതിലൂടെ പരാതികൾ, ഉത്തരവുകൾ, തീരുമാനങ്ങൾ, കേസുകളുടെ പട്ടിക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിശോധിക്കുവാൻ സാധിക്കുന്നു. AIMS കർഷകരെയും കാർഷിക വകുപ്പ് പ്രവർത്തനങ്ങളെയും ഒരുമിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ഒരുക്കിയിരിക്കുന്ന ആപ്ലിക്കേഷനാണിത്. വിവിധ ഓൺലൈൻ സേവനങ്ങൾ, കർഷകരിൽ നിന്നുമുള്ള വിവരശേഖരണം, വിളവ് ലഭിക്കുന്ന കൃഷിരീതികൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ, വിപണനം തുടങ്ങിയ ഒട്ടേറെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. UPSC ഒഫീഷ്യൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ ഔദ്യോഗിക ആപ്ലിക്കേഷനിൽ പരീക്ഷാ വിവരങ്ങൾ, തൊഴിലവസരങ്ങൾ, അപ്പോയിന്റ്മെന്റുകൾ, മറ്റു സർക്കാർ സേവനങ്ങൾ, നിയമവശങ്ങൾ തുടങ്ങി ഒട്ടേറെ അറിവുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. PM കിസാൻ ഗോ ചെറുകിട കർഷകരെ സഹായിക്കുന്നതിനായി ഗവൺമെന്റിന്റെ ധനസഹായ പദ്ധതിയായ കിസാൻ സമ്മാന നിധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നു. ഗ്രാമനഗര പ്രദേശങ്ങളിൽ നിന്നുമുള്ള കർഷകർക്ക് ആപ്പിലൂടെ രജിസ്ട്രേഷൻ ചെയ്ത് സഹായ പദ്ധതിക്ക് അർഹരാണോ എന്ന് പരിശോധിക്കുവാനും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. NICVC ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വീഡിയോ കോൺഫറൻസുകളുടെ ഏകോപനത്തിനായാണ് ഈ ആപ്ലിക്കേഷൻ. പ്രധാനമായും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നത്. PCTS ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രസവം, പ്രസവാനന്തര ശുശ്രൂഷ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകി സേവനങ്ങൾ നടപ്പാക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ആപ്ലിക്കേഷനാണിത്. അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യ നിരീക്ഷണം, പരിശോധനാ വിവരങ്ങൾ തുടങ്ങി വളരെയധികം അറിവുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കേരളത്തിലെ ജോലി തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സേവനങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കിയിരിക്കുന്നു. രജിസ്ട്രേഷൻ, റിന്യൂവൽ, മറ്റു സഹായങ്ങൾ തുടങ്ങി ഒട്ടേറെ സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഗ്രാം സംവാദ് ഗ്രാമീണ വികസന പദ്ധതികളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിവുകൾ ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുന്നു. 14ാം ധനകാര്യ കമ്മീഷന് കീഴിൽ വരുന്ന 7 പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. FARMS വിവിധ സംസ്ഥാനങ്ങളിലെ കാർഷിക ഉപകരണങ്ങളുടെ ലഭ്യത, വിൽപ്പന, വാടക തുടങ്ങിയവയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാർഷികോപകരണ പ്രസ്ഥാനങ്ങൾ, വാടക കേന്ദ്രങ്ങൾ എന്നിവയിൽ നിന്നും വിവിധ ആനുകൂല്യങ്ങൾ നേടുവാനും സാധിക്കുന്നതാണ്. MyCGHS കേന്ദ്ര സർക്കാർ ആരോഗ്യ പദ്ധതിക്കു കീഴിൽ വരുന്ന അനുയോജ്യമായ ആശുപത്രി വിവരങ്ങൾ, പരിശോധനാ കേന്ദ്രങ്ങൾ എന്നിവ തിരക്കുവാനും അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യുവാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സംഭാൽ ദാരിദ്ര്യരേഖയ്ക്കു കീഴിൽ വരുന്ന മുതിർന്ന പൗരന്മാർ, അംഗപരിമിതർ, വിധവകൾ തുടങ്ങിയവർക്ക് പെൻഷൻ ലഭിക്കുന്നതിനായുള്ള സേവനങ്ങളാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നടപ്പാക്കുന്നത്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിനു കീഴിലാണ് പദ്ധതി വരുന്നതെങ്കിലും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ സേവനങ്ങൾ ലഭ്യമാണ്. സ്പാർക്ക് ഓൺ മൊബൈൽ കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കായാണ് ഈ ആപ്ലിക്കേഷൻ ഒരുക്കിയിരിക്കുന്നത്. സാലറി സ്ലിപ്പ്, അവധികൾ, വരുമാനം തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആരോഗ്യ സേതു കോവിഡ് കാലത്ത് പ്രശസ്തമായ ഈ ആപ്ലിക്കേഷനിലൂടെ നിലവിലെ പരിശോധനാ വിവരങ്ങൾ, ഏറ്റവും അടുത്ത സേവന കേന്ദ്രങ്ങൾ, ബ്ലഡ് ബാങ്ക്, സാംക്രമിക രോഗ വിവരങ്ങൾ തുടങ്ങി ഒട്ടേറെ വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കുന്നു. സന്ദേശ് ഓപ്പൺ സോഴ്സ് രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷനാണിത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രസ്ഥാനങ്ങൾക്കും മാത്രമായാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ബ്ലഡ് ബാങ്ക് നമുക്ക് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രക്തം നൽകുവാനുള്ള സൗകര്യം, നിലവിലെ രക്തഗ്രൂപ്പുകൾ, ആശുപത്രികളിലെ ബ്ലഡ് ബാങ്ക് സൗകര്യങ്ങൾ തുടങ്ങി ഒട്ടേറെ വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഭാരത് കെ വീർ കേന്ദ്ര സായുധ സേനയിലെ വീരമൃത്യു വരിച്ചവരുടെ കുടുംബങ്ങളെയും ഉറ്റവരെയും സംരക്ഷിക്കുന്ന പദ്ധതികളിലേക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ സംഭാവന ചെയ്യുവാൻ സാധിക്കുന്നു. BSF, CRPF, NSG, ITBP തുടങ്ങി ഒട്ടുമിക്ക സൈനിക വിഭാഗങ്ങളിലേക്കും നമ്മുടെ ചെറിയ സഹായം എത്തിക്കുവാൻ സാധിക്കുന്നതാണ്.